ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ചോറൂണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ ചോറൂണാണ് ഇന്ന്. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവ് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരക്കെല്ലാം കുറവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീഡിയോയിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞ് കരയുന്നുണ്ട്, വീഡിയോയിൽ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഏകദേശം പറശ്ശിനി എത്തി. ചോറൂണ് കൊടുക്കാൻ വെയിറ്റ് ചെയ്തൊക്കെയാണ്. അവിടെ ടോക്കണെല്ലാം മുറിച്ചിട്ടുണ്ടായിനി. ഇവിടെ നിന്നാണ് ചോറ് കൊടുക്കുക. ഇതാണ് ചോറ് കൊടുക്കുന്ന സ്ഥലം. നമ്മള് നടേന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിനി. അപ്പൊ അവിടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പൊ ഉള്ളത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ചോറ് കൊടുക്കുന്ന വീഡിയോ നമ്മൾ ഇതിൽ ഇടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചായ കുടിക്കുന്ന സ്ഥലം, ഭക്ഷണം പിന്നെ അപ്പുറത്ത് ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ നിന്നാണ് ഭക്ഷണം. അപ്പം പറശ്ശിനി അമ്പലം എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പറശ്ശിനി മുത്തപ്പൻ മടപ്പുര എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. നമ്മള് കണ്ണൂരുകാരെ പ്രധാനമായിട്ടും കണ്ണൂരുകാര് എന്നല്ല, എല്ലാ നാട്ടിൽ നിന്നും എല്ലാ ആൾക്കാരും ഇപ്പൊ ഇവിടത്തേക്ക് വരുന്നുണ്ട്. മുത്തപ്പനെ കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഉള്ളിൽ മുത്തപ്പൻ ഇല്ല. ഇനി പിന്നെ ഉണ്ടോന്നുള്ളത് അറിയില്ല. ഇപ്പൊ ചോറ് കൊടുക്കാൻ നമ്മളിവിടെ റെഡി ആയിട്ട് നിൽക്കുന്ന കുഞ്ഞി കരയുന്നോണ്ട് അങ്ങോട്ട് പാല് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞ് വന്നു കഴിഞ്ഞാല് ചോറ് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് തുലാഭാരം ഉണ്ട്. കുഞ്ഞിക്ക് ഉള്ളിൽ പോയിട്ട് തുലാഭാരം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. പറശ്ശിനി അപ്പുറത്ത് ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ്ങും ഒന്ന് പോണം. അപ്പൊ ഇവിടെ എല്ലാരും ഉണ്ട്, നമ്മളെല്ലാരും ഉണ്ട്. ഇതെന്റെ വല്യമ്മയാണ്, ഇതെന്റെ ഏട്ടനാണ്, ഇതെന്റെ ഏട്ടന്റെ വൈഫാണ്. ഒക്കെ മടിയാന്നേ ഗൈസ്, അവൾ അങ്ങനെ വീഡിയോ ഒന്നും വരാറില്ല. അതാ കണ്ട നമ്മളെ കുഞ്ഞിയാണ്. ഇതെന്റെ ഏട്ടന്റെ മോനാണ്. ഓക്കെ ഒരു മിനിറ്റ്. എന്റെ മോളും അമ്മയും അടിയുണ്ട്. അടുത്ത ആൾ കൊടുത്തു. കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നേ, കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതാ നമ്മളെ കുഞ്ഞിയാണേ, എന്റെ ഏട്ടന്റെ കുഞ്ഞിയാണ്. അത് വല്യമ്മ അതെന്റെ വല്യമ്മയാണ്. ഓക്കെ, സൂര്യന്റെ അടുത്ത് പോയല്ലേ. അപ്പം കുറച്ച് ആൾക്കാരെല്ലാം വരുന്നുണ്ട്, കാണിച്ചരാം. അവര് വരട്ടെ. ഇത് വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, വാ. ഇതെന്റെ ഏട്ടൻ അറിയാലോ. അപ്പൊ അമ്മ വന്നു, കുഞ്ഞു വന്നു. ചാനൽ ഓൺ ഗോയിങ് ആണ്. ഇവിടെ അമ്മയും കുഞ്ഞും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്റെ ഏട്ടനാ. എന്നിട്ട് ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, ഇതെന്റെ ഏട്ടന്റെ വൈഫാണ്. എന്നെക്കാളും പ്രായം കുറവാണ്, പക്ഷെ ഏട്ടന്റെ വൈഫാണ്. ഓക്കെ, നമ്മളെ കുഞ്ഞിയാണ്. ഇതാ നമ്മളെ ചോറ് കൊടുക്കേണ്ട കുഞ്ഞി. നമ്മളെ ചോറ് കൊടുക്കേണ്ട കുഞ്ഞിയാണ്. ഓക്കെ, ഇവിടെ രണ്ടാളും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു. അമ്മൂന്റെ അമ്മയല്ലേ. ഇതാണ് കേട്ടോ അമ്മൂന്റെ അമ്മ. ഓക്കെ, ഇതെന്റെ ഇളയമ്മയാണ്. ഇളയമ്മേനെ അമ്മ കാണിച്ചില്ല ഒരു വീഡിയോയില്. ഇതെന്റെ ചാനല്. ഓക്കെ, അപ്പൊ ഇതെന്റെ മോനാണ് ലിച്ചൂട്ടൻ. ഓക്കെ, ഞാൻ എടുക്കാനാ. എന്റെ മോള് കരയുന്നുണ്ട് ഞാൻ എടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പം ചോറ് കൊടുക്കുന്ന വീഡിയോ. അപ്പൊ ചോറ് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അത് നമ്മള് എടുക്കാം. കുഞ്ഞിനെ റെഡി ആക്കിയാണ്, മുണ്ടൊക്കെ കൊടുക്കാനുണ്ട്. ഓക്കെ, ചോറൂണിന് അവിടെ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, കുഞ്ഞ് ചിരിക്കുന്നില്ല. അവളിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയെന്ന് വിളക്ക് തലയില് വെച്ച് നോക്കിയെന്ന്. വായി കാണിക്കുന്നുണ്ട്. അതാ കുടിക്കുന്നുണ്ട്. മാമി കയറിയിട്ടുണ്ട് നല്ല നോക്കിയെന്ന് ചിരിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തോ ഓളൊക്കെ അറിയാൻ പോയിട്ടാണ്. അച്ഛമ്മ കയറി. മോനെ വൈബ്രേഷൻ ആക്കണം. ആയി ഗൈസ്. അപ്പം ചോറൂണ് അങ്ങനെ ആയിട്ടുണ്ട്.
നോക്ക അപ്പിച്ച് എന്റെ അപ്പിച്ചി 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 ഓള് കുടിക്കുന്നില്ല. ഓനടവാ അത് ഞാൻ രസം കുടിക്കും. അവള് കുടിക്കുന്നേ ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, അധികം വലിയ ക്യൂ ഒന്നുമില്ല, ചെറിയ ക്യൂ ആണ്. നമ്മളിങ്ങനെ പോകുന്നുണ്ട്, എല്ലാരും ക്യൂവിലുണ്ട് നിന്നിട്ട്. ചോറ് കഴിഞ്ഞ് എല്ലാരും ഇറങ്ങി, ക്ഷീണം തീർക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇരുന്നിട്ടുണ്ട്. കുഞ്ഞി അപ്പം ഉറങ്ങിയിട്ടുണ്ട്, കുറെ സമയം കരച്ചിലായിരുന്നു, ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ട്. ക്യാമറ വെള്ളത്തിലേക്ക് തുള്ളണ കണ്ടാ കണ്ട കണ്ടാ ക്യാമറ നിങ്ങളെപ്പോഴും ചാടി ചിലപ്പോ. റിവേഴ്സ്. ഇന്നലെ കല്യാണം കഴിഞ്ഞതാന്ന വിചാരം. കൊണ്ടിരുന്നുണ്ടി വരുന്നുണ്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അടുത്ത ആള് വെള്ളത്തിലോട്ട് ചാടാൻ വേണ്ടി പോകുന്നുണ്ട്. പതുക്കെ കണ്ട ആക്ടിങ് ആന്ന് പറയില്ലല്ലോ സുബേട്ട, ഒറിജിനാലിറ്റി. അപ്പൊ നമ്മളിങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഓരോ സാധനങ്ങൾ വാങ്ങാൻ, പിള്ളേർക്കെല്ലാം ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് ചന്തയിലൊക്കെ കയറിയിട്ടുള്ളത്. നമ്മൾ വാങ്ങിയ സാധനമാണ് ചേച്ചി കാണിച്ചു തരുന്നത്. അത് 2 പിള്ളേർക്കുള്ള ഹെയർ ബാൻഡ് ആണ്. ഇനി നമ്മൾ ഇപ്പോഴേ വീട്ടിലോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലൊക്കെ പോയിട്ട് വീട്ടിലൊക്കെ പോകും. അങ്ങനെ പെട്ടെന്ന് വീട് കയറുന്ന ആൾക്കാരൊന്നുമില്ല നമ്മള്. ഒരുപാട് ചന്തയുണ്ട് ഇവിടെ. നമ്മളിപ്പോ ഉള്ളത് ഒരു സ്നേക്ക് വർക്കിലാണ്. മനുഷ്യനിൽ വന്നാൽ തിരിച്ചു പോകുന്ന വഴി നമ്മളെ സ്ഥിരം സ്പോട്ടാണ്. ഇവിടെ കയറാണ്ട് വീട്ടിലോട്ട് വന്നിച്ചിട്ടും ഉണ്ടാവും. നമുക്ക് ഇവിടെ കയറിയിട്ടേ പോകും. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി മടുത്തു. എല്ലാരും ഇങ്ങനെ അയ്യോ ഇരുള് കയറണം വെച്ചാൽ നമ്മൾ അത്രയും പ്രാവശ്യം ഇവിടെ വന്നു. പിന്നെ മടുത്ത് പിള്ളേരുടെ ഇതിനനുസരിച്ച് നമ്മൾ വന്നതാണ്.
ഈ ഇവിടുത്തെ മീനുകൾ നമ്മളെ കണ്ട് പെടുത്തിട്ടുണ്ടോ? എപ്പം നമ്മൾ ഇവിടെ തന്നെ. ചുരുളിൽ ആദ്യമായിട്ട് വരുമ്പോൾ നല്ല ഷിപ്പിനുള്ള എത്ര വർഷം കയറിയെന്ന് അതൊന്നും ഐഡിയ ഇല്ല. അത്രയും തവണ കയറി. ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ആമി മാത്രമായിരിക്കും. ബാക്കിയുള്ളവരും കയറി കയറി മടുത്ത സ്ഥലമായത്. ഇവര് രണ്ടാളും ഒന്നിച്ച് കൂടെ ഭയങ്കര തള്ളാവ്. രണ്ടാളും ബാക്കോട്ട് കൂടെ തള്ളി തള്ളി തോപ്പിക്കും. ഇഗ്വാന ഇഗ്വാന നിച്ചു കണ്ടിട്ട് ഇഗ്വാന സന്തോഷേട്ടൻ ഗൾഫിൽ നിന്ന് പറഞ്ഞു വരും അല്ലേ? ഫോട്ടോ എടുത്ത നല്ല നല്ല മൂഡിലുണ്ട്. ഒരു ഫോട്ടോ എടുത്ത മതി. ഇവളെപ്പുറം ഫോട്ടോ കിട്ടുവോ? ചെലപ്പോ ചിരിച്ചേ. നമ്മളെ ഒരു ഫോട്ടോ അജിക്കോ. സ്നേക്ക് പാർക്കിൽ വന്നിട്ടാണുള്ളത്. അപ്പം ഐസ്ക്രീം വേണം നോക്കുന്നുള്ളത്. നമുക്ക് ഐസ്ക്രീം വാങ്ങി തരാം. കോണ വാങ്ങുന്നു തോന്നുന്നു. അതാ മനോട് പറയാനൊക്കെ മതി. ഇത് മതി.
അതാ അമ്മ ഏത് ഫ്ലവർ കൊണ്ട് എല്ലാരും ഇതാ വിളിക്കുന്നു. ഇത് ഫ്ലവറിംഗ് കൊണ്ട് ഈ ജാക്ക് കൊണ്ട് ചേച്ചി എല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ കൊണ്ട് മാംഗോ ഉണ്ടോ മാംഗോ ഉണ്ട് സ്പാനിഷ് എന്നാ ഓണല്ലേ പിച്ചു